ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കി കാര്യമില്ല പറയാറില്ലേ? എപ്പോഴാണ് നമ്മളിങ്ങനെ പറയാറ്? ഒരു കാര്യം കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി വിഷമിച്ചിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയാറ് അല്ലേ? ചാപ്പിള്ളയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത്. അതിനെ പറ്റിയൊരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിഷാദ് അഹമ്മദ് ഫ്രം ബെറ്റ്സ് ഇംഗ്ലീഷ് അക്കാദമി കൊച്ചി. എവറി ഡേ യു ലേൺ എ ന്യൂ സെൻറ്റൻസ് വിത്ത് മീ ടു ബിൽഡ് എ ഫ്ലുവൻസി ഫാസ്റ്റർ. ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വൊക്കാബുലറി അത്യാവശ്യമാണല്ലോ. എന്നാൽ വൊക്കാബുലറി പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള മെത്തഡ് എന്താണ്? ലോകത്ത് ഏറ്റവും ഇഫക്റ്റീവായ വൊക്കാബുലറി ലേണിംഗിന് ഉപയോഗിക്കുന്ന മെത്തഡാണ് TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഈവൻ ഈ ഒരു സെൻറ്റൻസ് പോലും നമ്മൾ പഠിക്കുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം. റെഡി? സോ, ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കി കാര്യമില്ല. നോ യൂസ് crying over the spilt milk. No use crying over the spilt milk. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. Useful. For example, oh, we have missed the bus. But there's no point in crying over the spilt milk. Alright? You failed the test? Don't cry over the spilt milk. Focus on the next. Alright? And don't cry over the spilt milk. Learn from your mistakes and move forward. ഡോണ്ട് ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് ഇടുക. ബിക്കോസ് യൂസിങ് ഇസ് ലേണിംഗ് ഉപയോഗിച്ചാൽ മാത്രമാണ് പഠിക്കുന്നത്. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ച് ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വൺ ടുമോറോ. ബൈ.